ആദ്യം തന്നെ ചങ്ങാതിമാർക്കെല്ലാം ഒരു കിട്ടുക്കാച്ച് നമസ്കാരം കഴിക്കട്ടെ. ഒരു കിട്ടുക്കം വെജിറ്റബിൾ സ്റ്റൂവിൻ്റെ റെസിപ്പി കേട്ടോ ഇന്ന് കേട്ടോ. ഈസി ആയിട്ട് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ് എൻ്റെ ചങ്ങാതി വരെ പറയാനെന്നുള്ളത്. ഇത് കാണുമ്പോൾ തന്നെ കൊതിയാകുന്നില്ല. ആ കുരുമുളക് പൊടിയും അവസാനം ആ കരിവേപ്പിലയും കൂടെ ഇട്ട് കഴിയുമ്പോഴേക്കും എൻ്റെ ചങ്ങാതി സംഭവം വേറെ ലെവലാണ് കേട്ടോ. ആദ്യം തന്നെ ഇതുപോലെ വെയിറ്റുള്ള നല്ല സ്റ്റൈലായിട്ട് കഴുകിയെടുക്കുക. ആ കഴുകിയെടുക്കുന്ന സമയത്ത് നമ്മുടെ ചാനലൊന്ന് നേരെ കയറി ഇങ്ങനെ ലൈക്ക് അടിക്കുക എൻ്റെ ചങ്ങാതിമാരെ. അതുപോലെ ഫോളോ ചെയ്യാത്ത ആരെങ്കിലും ഫോളോ ചെയ്യാനും നമ്മുടെ യൂട്യൂബ് ചാനലിൽ കിടക്കാച്ച ഒരു സപ്പോർട്ടും കൊടുക്കുക. ഷെഫ് നിബു ആൽക്കമിസ്റ്റ് അതിലും കയറി ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുക. എൻ്റെ ചങ്ങാതിമാരുടെ സ്നേഹമല്ലേ എല്ലാം. ഇതുപോലെ കഴുകി വൃത്തിയാക്കിയ ശേഷം ഓരോന്നായിട്ട് ഇനി നമുക്ക് കട്ട് ചെയ്യാം. ആദ്യം തന്നെ കോളിഫ്ലവർ ചെറിയ ചെറിയ പീസുകളായിട്ട് ഇതുപോലെ സ്റ്റൈലായിട്ട് കട്ട് ചെയ്യുക കേട്ടോ. ആണോ, കാണാൻ തന്നെ നല്ല രസമല്ലേ ഇത് കട്ട് ചെയ്യുന്നത് കാണാൻ തന്നെ. ഇതുപോലെ ഇവനെ ഓരോ പീസാക്കി കട്ടിയ ശേഷം അടുത്ത ബീൻസ് എടുക്കുക. ബീൻസും ഇതുപോലെ കഴുകി വൃത്തിയാക്കിയ ശേഷം നാരൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്യുക. ശേഷം ക്യാരറ്റ് നല്ലോണം പീൽ ചെയ്ത് ഇതുപോലെ നീളത്തിൽ കട്ടിയ ശേഷം ചെറുതായിട്ട് ഇവനെയും കട്ട് ചെയ്യുക. എന്നിട്ട് നമ്മുടെ സ്ഥിരം കലാപരിപാടിയായ തീ പിടിപ്പിച്ച ശേഷം ഉരുളി എടുത്ത് വെക്കുന്നു. ഉരുളി വെച്ച ശേഷം വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുക്കുക. നല്ല സ്റ്റൈലായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ഒഴിച്ച ശേഷം അതിലേക്ക് ഓൾ ഗരം മസാലയൊക്കെ, ഏലക്ക, പട്ട, ഗ്രാമ്പു, കുരുമുളക്, ഇത്ര സാധനം ലൈറ്റായിട്ട് റോസ്റ്റ് ചെയ്യുക. ഇതുപോലെ റോസ്റ്റായി കഴിയുമ്പോൾ അതിലേക്ക് നീളത്തിലരിഞ്ഞ് ഇഞ്ചി ഇട്ട് ഇതുപോലെ തന്നെ അവനെയും ലൈറ്റായിട്ട് റോസ്റ്റ് ചെയ്യുക കേട്ടോ. ഇവനൊന്ന് പാകത്തിലായി വരുമ്പോഴേക്ക് നീളത്തിലരിഞ്ഞ് വെച്ചിരിക്കുന്ന സവോള എടുത്തൊരു മറിക്കുക. സവോളയും ഇതിലിട്ട് വാട്ടിയെടുക്കണം കേട്ടോ. അവനെയും ലൈറ്റായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം. കളറായി കഴിഞ്ഞാൽ സ്റ്റൂവിൻ്റെ കളറൊക്കെ മാറിപ്പോവും. അതുകൊണ്ട് ഒരു ആവറേജ് ലെവലിൽ ഇവനങ്ങ് വാട്ട് ചെയ്തെടുക്കുക. അവനൊന്ന് ഈ രൂപത്തിലായി വരുമ്പോഴേക്കും 3-4 പച്ചമുളക് കീറിയെടുത്ത് അതിലേക്ക് ഇട്ട് കൊടുത്ത് അവനെ ഇതുപോലെ ഇട്ട് റോസ്റ്റ് ചെയ്യുക. ഇത് ഏകദേശ രൂപത്തിലാകുമ്പോൾ കറിവേപ്പില വാരി വിതറുക. കറിവേപ്പിലയും കൊണ്ട് റോസ്റ്റ് ചെയ്യുക. അപ്പോൾ നല്ല സ്മെല്ലാണ് വരുന്നത് കേട്ടോ. ഞങ്ങൾ വെളിച്ചെണ്ണയിലിട്ട് ഇവരങ്ങ് വരട്ടിയെടുക്കുമ്പോഴേക്ക് വേറെ ലെവലിലൊക്കെ. എന്നിട്ട് ഇച്ചിരി ഉപ്പും കൂടെ ഇട്ട ശേഷം ഇവനെ മൊത്തത്തിലങ്ങ് കലക്കുക. ഇതുപോലെ അങ്ങ് റോസ്റ്റ് ചെയ്യുക കേട്ടോ. ഇത് റോസ്റ്റായ ഒരു രൂപത്തിൽ ഭാഗത്തിൽ വരുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾ എടുത്ത് ഇതുപോലെ എടുത്തിട്ട് മറിക്കുക. അതിലേക്ക് ഇച്ചിരി വെള്ളം ഉള്ളതുകൊണ്ട് ആ വെള്ളത്തിലിട്ട് തന്നെ ഇവരെ നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ ഈ ക്യാരറ്റ്, കോളിഫ്ലവർ, ബീൻസ് ഒന്ന് വേവുന്നത്, അതായത് ഒരു 90% വേവുന്നവരെ ഇതിലിട്ട് ഇങ്ങനെ അങ്ങ് വേവിക്കുക. അപ്പോൾ വെള്ളത്തിലിട്ടൊരു വെന്ത് ഒരു പരുവത്തിലാകുമ്പോൾ നമുക്ക് രണ്ടാം പാലൊഴിച്ചിട്ട്, അതായത് തിക്നെസ് കുറഞ്ഞ പാലൊഴിച്ച് ബാക്കി ഇങ്ങ് വേവിക്കുക. അത് ഒന്ന് ഈ രൂപത്തിലും ഭാവത്തിലൊക്കെ ആയി വരുമ്പോഴേക്ക് ഏകദേശം ഇതിൻ്റെ ഒരു കളറൊക്കെ മാറി ഒന്ന് കുറുകി വെജിറ്റബിളൊക്കെ ഒന്ന് ലെവലായി കുക്കായി സെറ്റായി വരുന്ന സമയത്തേക്ക് നമ്മൾ ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടറ്റോ എടുത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പൊട്ടറ്റോ ഇടുന്നതുകൊണ്ടുള്ള ഗുണമെന്ന് പറഞ്ഞാൽ ആ ഗ്രേവി ഒന്ന് തിക്കാകാനും അതുപോലെ തന്നെ വേറൊരു ടേസ്റ്റാണ് അതിട്ട് കഴിയുമ്പോഴേക്ക്. അപ്പോൾ ഈ രൂപത്തിലും ഭാവത്തിലൊക്കെ ഏകദേശം രൂപമായിട്ടിരിക്കണം. അപ്പോഴേക്കാണ് നല്ല കുറുകിയ ഫസ്റ്റ് പാലെടുത്ത് ആവശ്യത്തിനെടുത്തിട്ട് മറിക്കുക. എന്നിട്ട് അവനെ ഇട്ട് നല്ലോണം മിക്സ് ചെയ്യുക. ഇതിൻ്റെ കൂടെ കുറച്ച് പശുമ്പാലും കൂടെ ഒഴിച്ചാൽ നല്ലതായിരിക്കും. നല്ല തിളപ്പിച്ച പശുമ്പാലും കൂടെ കുറച്ച് ഒഴിക്കാമെങ്കിൽ വേറെ ടേസ്റ്റ് വേറെ ലെവലിലായിരിക്കും. എന്നിട്ട് അവസാനം ഇച്ചിരി ഏലക്കാപ്പൊടിയും കൂടി ഇട്ട് ഇവനെ അങ്ങ് മിക്സ് ചെയ്യുക കണ്ടോ. ഏലക്കാപ്പൊടിയും കൂടി ഇട്ട് മിക്സ് ചെയ്യുമ്പോഴേക്കും എൻ്റെ ചങ്ങാതി സംഭവത്തിൻ്റെ ലെവൽ വേറെ ലെവലിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. ഒരു രക്ഷയില്ല. എന്നിട്ട് ഇച്ചിരി കുരുമുളക് പൊടി ഇതുപോലെ വാരി അങ്ങ് വിതറുക. കുരുമുളക് പൊടി വാരി വിതറിയ ശേഷം തീയൊക്കെ ഓഫ് ചെയ്യുക. തീ ഓഫ് ചെയ്ത ശേഷം ഇതുപോലെ കരിവേപ്പില ഇട്ട് കൊടുക്കുക. കരിവേപ്പില ഇട്ട ശേഷം ഇവനെ മൊത്തത്തിലങ്ങ് മിക്സ് ചെയ്യുക. എൻ്റെ ചങ്ങാതി സംഭവം വേറെ ലെവലാണ്. ഇത് കാണുമ്പോൾ തന്നെ കൊതിയായിട്ട് രക്ഷയില്ല. ഇതുപോലെ നല്ല ചൂടപ്പോ ഇടിയപ്പോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് കണ്ണടച്ചൊരു പിടുത്തം പിടിച്ചു. എൻ്റെ ചങ്ങാതി വേറെ ലെവലാണ് കേട്ടോ. ഇത്ര എളുപ്പമായിട്ട് വെജിറ്റബിൾ സ്റ്റൂ നമുക്ക് വീട്ടിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. ഒന്നും നോക്കണ്ട. ഇത് ഉണ്ടാക്കിയ ശേഷം അഭിപ്രായം കമൻ്റായിട്ട് തന്നെ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാത്തവരും ഫോളോ ചെയ്യാത്തവരും ഉണ്ടെങ്കിൽ കണ്ണടച്ചെങ്കിൽ ലൈക്ക് ചെയ്യും, ഫോളോ ചെയ്യും, സപ്പോർട്ട് ചെയ്യും. ചങ്ങാതി നിങ്ങളുടെ സ്നേഹമല്ലേ എല്ലാം. ഒന്നും നോക്കണ്ട.